ഹലോ ഓൾ, നമ്മളൊന്നിവിടെ റൊട്ടേഷണൽ മോഷൻ ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. സം സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺലി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ: ഗീവ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സ്ഫിയർ, സിലിണ്ടർ, റിംഗ് ആൻഡ് ക്യൂബ്, each of uniform mass density. Does the center of mass of the body necessarily lie inside the body? രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കുള്ളത്. ആദ്യം നമ്മൾ ഈ കാണുന്ന 4 ജോമെട്രികളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നീട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ: സെൻറ്റർ ഓഫ് മാസിൽ മാസ് ആക്ച്വലി ഉണ്ടാവണം നിർബന്ധമുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഇതിൻ്റെ ടോപ്പിക് ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണത്. നമുക്ക് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് സ്ഫിയറാണ്. ഇറ്റ്സ് യൂണിഫോം മാസ് ഡെൻസിറ്റി. അപ്പോൾ സ്ഫിയർ എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചൊരു 3 ഡയമെൻഷണൽ ബോഡിയാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, സി, ദിസ് ഈസ് വൺ ഓഫ് ദി ഡയമീറ്റർ ആൻഡ് ഹിയർ വി ക്യാൻ അനദർ ഡയമീറ്റർ. സോ ഇഫ് വി ആർ ഡ്രോയിങ്, സി, ദിസ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദാറ്റ് ഫേസ് ആൻഡ് ഹിയർ വി ഹാവ് വൺ മോർ. ആൻഡ് ഇഫ് യു ആർ ഡ്രോയിങ് എ ലൈൻ ത്രൂ ദിസ്, സി, ദിസ് ഈസ് ദ പോയിന്റ് where you identified the center of mass of this sphere, which is the geometric center of the sphere. And the next body is cylinder. In case of cylinder, this is the cylinder. It can be solid or hollow. Here also we can construct the axis. See, this is the one axis which is passing through the center of mass. Okay, you can fix an axis, and here you will identify the center of mass of the cylinder is here at this point. Okay, along that axis. If it is hollow sphere, you know it's a point where the imaginary point where the total mass of the body concentrated, which means presence of mass is not necessary at that particular point in such cases. Now third one is a ring. So if you are considering a ring, then this is the geometry. Just construct an imaginary line. So this is the line which you constructed through the center of mass, and see, here also you are observing same thing. Center of mass lies at the point which is the geometric center of the ring. ഇവിടെയും നമുക്ക് സെൻറ്റർ ഓഫ് മാസിൽ മാസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. റിംഗ് ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ഹോളോ സിലിണ്ടർ ആയിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. സോളിഡ് സിലിണ്ടർ ആയിരിക്കുമ്പോഴും സോളിഡ് സ്ഫിയർ ആയിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ബോഡിയുടെ ആ പോയിന്റിൽ നമുക്ക് മാസ് കാണുന്നത്. ഇൻ സച്ച് കേസസ് ദർ ഇസ് നോ മാസ് കോൺസെൻട്രേറ്റഡ്, ബട്ട് വി നോ ദാറ്റ് ഇറ്റ്സ് എൻ ഇമാജിനറി പോയിന്റ്, അല്ലേ? ഒരു ബോഡിയുടെ മൊത്തം മാസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇനി ഇവിടുത്തെ 4ാമത്തെ ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യൂബാണ്. ഇൻ കേസ് ഓഫ് ക്യൂബ്, സി, ദിസ് ഇസ് ദ ക്യൂബ്. എവിടെയായിരിക്കും ഈ എന്താണ് ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ എന്ന് ചോദിക്കുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ബോഡിയുടെ ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. നമുക്ക് ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ദീസ് പോയിൻറ്റ്സ്, ഓക്കെ, ദേ വിൽ മീറ്റ് അറ്റ് ദീസ് പോയിൻറ്റ്. സി ഹിയർ ദേ ആർ മീറ്റിംഗ് അറ്റ് ദീസ് പോയിൻറ്റ്. ഈ പോയിന്റിലാണ് അത് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ അതും ആ ബോഡിയുടെ എവിടെ തന്നെയായിരിക്കും, ജോമെട്രിക് സെൻറ്ററിൽ തന്നെയായിരിക്കും. ഇത് ഹോളോ ആണെങ്കിൽ ആ പോയിന്റിൽ മാസ് ഉണ്ടാവത്തില്ല, സോളിഡ് ആണെങ്കിൽ അതിനുള്ളിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ഓഫ് മാസ് ഒരു ബോഡിയുടെ അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി എനിവെയർ, അല്ലേ? ഇപ്പോൾ സോളിഡ് ബോഡി ആയിരിക്കുന്ന സമയത്ത് വിത്തിൻ ദ ബോഡി തന്നെയാണ്, ഹോളോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് ദ ബോഡിയുമാണ്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൽ മാസ് വേണമെന്നൊരു നിർബന്ധമില്ല.
അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡസ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി നെസസറി ലൈ ഇൻസൈഡ് ദ ബോഡി എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നോ എന്നുള്ളതായിരിക്കണം. കാരണം ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്കത് എന്താണ് ഔട്ട്സൈഡ് ദ ബോഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വരച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. In the HCl molecule, separation between the nuclei of the two atoms is about 1.27 angstrom. Find the approximate location of the center of mass of the molecule given that a chlorine atom is about 35.5 times as massive as hydrogen atom and nearly all the masses of an atom is concentrated in its nucleus. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്കൊരു പ്ലെയിൻ വരച്ചതിൻ്റെ ഒറിജിനലായിട്ട് നമുക്ക് സങ്കല്പിച്ചാൽ നമുക്കൊന്ന് നോക്കാം. സോ വൺ ഓഫ് ദി atom is hydrogen atom. Okay, let us imagine this is hydrogen atom and this is chlorine atom, and here if it is M, then this will be 35.5 M. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഇനി ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ലെറ്റ് us മാർക്ക് ഇറ്റ് ആസ് ഡി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ്സ് ഡി. ഇറ്റ്സ് ഡി. Then we are supposed to get the value or get the position of the center of mass of the molecule. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഒരു ബേസിക് നോളജ് വെച്ച് നമുക്ക് അറിയാം സെൻറ്റർ ഓഫ് മാസ് ഈ സംവെയർ ലൊക്കേറ്റഡ് ഹിയർ നമുക്ക് അങ്ങോട്ട് അസ്യൂം ചെയ്യാം, വെരി ക്ലോസർ ടു ദി ഗ്രേറ്റർ മാസ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്നെടുക്കാം, ആൻഡ് ദിസ് വിൽ ബി ഡി മൈനസ് എക്സ്. സോ ലെറ്റ് us imagine this as x and this will be d minus x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് ലെറ്റ് us assume it is at origin. അങ്ങനെയാണെങ്കിൽ m ഇൻറ്റു ഡി മൈനസ് എക്സ് പ്ലസ് 35.5 m ഇൻറ്റു എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ m plus 35.5 m is equal to 0. അതായത് സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എവിടെയാണെന്ന് അസ്യൂം ചെയ്തു? അതിൻ്റെ ഒറിജിനിലാണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു ആ ഒരു പ്ലെയിൻ്റെ. ഇഫ് സോ ദെൻ m ഇൻറ്റു ഡി മൈനസ് എക്സ് ഇസ് പ്ലസ് 35.5 m ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ദെൻ m ഇൻറ്റു ഡി മൈനസ് എം എക്സ് പ്ലസ് 35.5 m എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓൺ ആഡിങ് ദീസ് ടു മൈനസ് എം എക്സ് എൻ പ്ലസ് 35.5 m എക്സ് വിൽ ഗെറ്റ് m ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 34.5 m ഇൻറ്റു എക്സ് അല്ലേ? മൈനസ് എം എക്സും പ്ലസ് 35.5 m എക്സും ആഡ് ചെയ്യുമ്പോൾ മൈനസ് എന്താണ് പ്ലസ് 34 നമുക്ക് ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് മൈനസ് ഓഫ് 34.5 എന്ന് കിട്ടും. ദെൻ m ക്യാൻസൽഡ്, ദെൻ യു ആർ സപ്പോസ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്, ദെൻ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ 34.5 എന്ന് കിട്ടും. ഡിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമുക്കിവിടെ 1.27 ആങ്സ്ട്രം എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 34.5 അല്ലേ? ഇഫ് യു ആർ ഡിവൈഡിങ് 1.27 വിത്ത് 34.5 യു നോ ദാറ്റ് ഇറ്റ് ഈസ് 1 ആങ്സ്ട്രം ഈസ് 10⁻⁻10 മീറ്റർ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇഫ് യു ആർ ഡിവൈഡിങ് ദിസ് വിൽ ബി 0.037 ആങ്സ്ട്രം എന്ന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നമുക്കൊരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്.
അപ്പം നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 35.5 എന്ന് പറയുന്നത് ലെഫ്റ്റിലാണ് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ് ലോക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ പുറത്താണോ അകത്താണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പം മൈനസ് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 35.5 എമ്മിൻ്റെ ലെഫ്റ്റിലാണ് എന്ത് കിടക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.037 ആങ്സ്ട്രം ആയിരിക്കും. Okay, so that is the answer to the given question. Now the next question is, a non-uniform bar of weight W is suspended at rest by two strings of negligible weight as shown in figure. The angles made by the strings with the vertical are 36.9 and 53.1 respectively. The bar is 2 meters long. Calculate the distance d of the center of gravity of the bar from its left end. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഡി ആണ് നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ ആൻഡ് ഫിഗർ ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം കിട്ടുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു T1 ടെൻഷൻ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, T2 ടെൻഷൻ ഇവിടെയും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാക്കാം. ഓൺ റിസോൾവിങ് ദോസ് ടു കോമ്പോണൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഒന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ T1ൻ്റെ ഒരു കോമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ട്, അതിൻ്റെ തന്നെ ഒരു കോമ്പോണൻറ്റ് ഇങ്ങോട്ടും കിടപ്പുണ്ട്. സോ ദിസ് വിൽ ബി T1 കോസ് 36.9. This will be T1 sin 36.9. കാരണം ഇത് തീറ്റയാണെങ്കിൽ ഇതും എത്രയായിരിക്കും, തീറ്റയായിരിക്കും. ഓക്കെ, നൗ റിസോൾവ് ദ അതർ പാർട്ട് ഓൾസോ. If you are resolving T2 will have two components, one another one is this. Okay, if it is 53.1, this will also 53.1. Okay, if so, then it is T2 cos 53.1 and this is T2 sin 53.1. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഫിഗർ റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പണൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈപ്പ് ഈക്വിലിബ്രിയങ്ങളാണ് നമ്മൾ പരിശോധിക്കാറുള്ള ഇത്തരം കേസുകളിൽ. അതിലൊന്ന് ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയമാണ്. ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പം T1 sin 36.9 ഈസ് ഈക്വൽ ടു T2 sin 53.1 ആയിരിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അത് ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് for translational equilibrium, ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയത്തിന് ആണെങ്കിൽ ഈക്വിലിബ്രിയം നമുക്കെങ്ങനെ എഴുതാം, T1 sin 36.9 is equal to T2 sin 53.1. ഓക്കെ എന്നെഴുതാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ T1 by T2 is equal to sin 53.1 divided by sin 36.9. This is equal to 4/3. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷണൽ ഈക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സിമിലർലി വി ക്യാൻ ചെക്ക് ദ റൊട്ടേഷൻ ഈക്വിലിബ്രിയം എബൌട്ട് അല്ലേ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ എന്താണ് റെഫറൻസ്, നമ്മൾ റൊട്ടേഷണൽ ഈക്വിലിബ്രിയം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഫോർ rotational equilibrium, let us write T1 cos 36.9
into D. That distance is D. Okay, to the point W, which is equal to T2 cos 53.1 into നമുക്ക് എന്ത് ചെയ്യാം 2 മൈനസ് ടി. ആ ഡിസ്റ്റൻസ് 2 മൈനസ് ടി ആണ് അല്ലേ. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 2 മൈനസ്. ദെൻ ഓൺലി ദിസ് വിൽ ബി ഇൻ വിച്ച് ഈക്വിലിബ്രിയം? റൊട്ടേഷണൽ ഈക്വിലിബ്രിയം ആയിരിക്കും, അല്ലെങ്കിൽ സം ഓഫ് ദി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോർക്ക് ഫോഴ്സ് മൊമെൻ്റ് ആണ് അല്ലേ. സം ഓഫ് ദി ഫോഴ്സ് മൊമെൻറ്റ്സ് എന്തായിരിക്കണം? 0 ആകുമ്പോഴേ ഉള്ളൂ നമുക്ക് എന്താവുള്ളൂ? റൊട്ടേഷണൽ ഈക്വിലിബ്രിയം വരത്തുള്ളൂ. ഇഫ് സോ നമുക്കിതിനകത്ത് ഇങ്ങനെ എഴുതാം, T1 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ T2 ഇൻറ്റു ഡി മൈനസ് 2 മൈനസ് ടി. ഓക്കെ, 2 മൈനസ് ടി is equal to cos 53.1 divided by cos 36.9. If sin 53 by 1 divided by 36 by sin 36.9 is 4 by 3, this will be 3 by 4. Okay, ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ T1 by T2, we know that it is 4 by 3. So 4 into D divided by 3 into 2 minus D is equal to 3 by 4 എന്ന് കിട്ടും. On solving this, 16D is equal to 9 into 2 minus T. You can cross multiply. Okay, 4 into 4s are 16, 3 into 3s are 9. Cross multiply, 16D is equal to 3 into 3 to 2 minus D. So here 16D is equal to 18 minus 9D. Okay, then 25, 16D plus 9D is equal to 18. Then 25D is equal to 18. Then D is equal to 18 by നമുക്ക് എത്ര കിട്ടി? 25. So if you are solving this, you will get which is equal to 0 point. So here approximately 0.72 meter will be the position. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഡി ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബാർ ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് വി ഗോട്ട് ഇറ്റ് ഇസ് 0.72 മീറ്റർ.